ഗോപികൃഷ്ണൻ, ഈ ഗോവിന്ദ മാസ്റ്ററുടെ ഈ മറ്റേ പ്രസ്താവനയിലേക്ക് നമ്മൾ പിന്നീട് വരാം. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ എൻ്റെ പിന്തുണ വേണ്ടെന്ന് പറയുമോ വി.ഡി. സതീശൻ എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് പിന്നീട് വരാം. ഇപ്പോൾ ഈ SDP ബന്ധത്തിൻ്റെ കാര്യത്തിൽ ദിലീപ് എടുത്തിരിക്കുന്ന ഈ സ്റ്റാൻഡിനെ കുറിച്ച് താങ്കളുടെ നിലപാടെന്താണ്? ദിലീപ് പറഞ്ഞ ഒരു ഭാഗത്തോട് എനിക്ക് യോജിപ്പുണ്ട്. അതായത് തരാതരം പോലെ വിയോജിപ്പുള്ള ഭാഗത്തേക്കാണ്. അതായത് SDPIയുടെ ബന്ധം, അതായത് SDPIയുമായി ബന്ധം ഉണ്ടാക്കുന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം കോൺഗ്രസ് നേതൃത്വത്തിനകത്താണ് എന്നതല്ല നമ്മുടെ ചർച്ചാ വിഷയം. യഥാർത്ഥത്തിൽ CPIMന് SDPIയുമായി എന്ത് ബന്ധമാണുള്ളത് എന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ജൂലൈ 18 2016 മുഖ്യമന്ത്രി SDPIയെ വിശേഷിപ്പിച്ച ചില വാചകങ്ങളുണ്ട്. നാടിന് പൊതുവായി ആപത്തുണ്ടാക്കുന്ന ചില സംഘടനകളുണ്ട്, അവരോട് ലാഘവത്വം അരുത്. കൊല നടത്താൻ പരിശീലനം നേടുന്ന ചില സംഘങ്ങൾ നാട്ടിലുണ്ട് എന്ന് SDPIയെ വിശേഷിപ്പിച്ചത് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായി ഒരു നിലപാട് പറയാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും CPMന്റെ സമുന്നതരായ മുതിർന്ന നേതാക്കൾക്കും മടി എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യമാണ്. MA ബേബി ഇന്ന് പറഞ്ഞത് സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട്, സംഘടനകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല വോട്ടിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് എന്നാണ്. ഇതുവരെ അവർ പറഞ്ഞത് ആരും ഞങ്ങൾ വോട്ട് ചോദിച്ചിട്ടില്ല എന്നാണ് CPM കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് വാർത്താ ലേഖകരോട് പറയുന്നു നേമത്തെ സ്ഥാനാർത്ഥി, അതായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി V. ശിവൻകുട്ടി SDPIയുടെ വോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ഇന്നലെ വരെ ലത്തീഫ് പറഞ്ഞത് കഴിഞ്ഞ തവണയും ഞങ്ങൾ നേമത്ത് ഇടതുമുന്നണിക്ക് വോട്ട് കൊടുത്തു, അതിനുള്ള കാരണം BJP അവിടെ ജയിക്കുമെന്ന സാഹചര്യം വന്നപ്പോൾ തൊട്ട് ഏറ്റവും ശക്തമായി രണ്ടാം നിലയിൽ നിൽക്കുന്ന ഇടതുമുന്നണി ജയിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ ഒരു വോട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇന്ന് ലത്തീഫ് പറയുന്നു ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആ വോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. SDPIയുമായി യാതൊരു രാഷ്ട്രീയ ധാരണയും ഒരു തരത്തിലുള്ള നീക്കുപോക്കും ഇല്ലെങ്കിൽ ഈ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നും SDPI ഒരു വർഗീയ കക്ഷിയാണ് എന്നും പറയാൻ എന്തുകൊണ്ടാണ് CPMലെ നേതാക്കൾക്ക് മടി എന്നത് നമ്മുടെ മുന്നിലുള്ള ചോദ്യമാണ്. ഇനി വളരെ ബുദ്ധിപൂർവ്വം ഇന്ന് SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു വർഗീയ പാർട്ടി അല്ല, CPM പറയുന്നത് വർഗീയ പാർട്ടികളെ കുറിച്ചാണെന്ന്. അതിനും ഉത്തരം പറയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും CPMലെ നേതാക്കൾക്കുണ്ട്. അപ്പോൾ SDPIയുമായിട്ടുള്ള ബന്ധം ആരാണ് ഉണ്ടാക്കുന്നത്, ആ വോട്ടിന്റെ വിഹിതം പറ്റാൻ ആരാണ് ശ്രമിക്കുന്നത്, ആ വോട്ട് കൊണ്ട് ജയിക്കാൻ ആരാണ് ഇപ്പോൾ ഇതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാകുന്ന തരത്തിലാണ് ഈ അഭിപ്രായങ്ങളിലുള്ള ഭിന്നതയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വളരെ വ്യക്തമായി സുവ്യക്തമായി പറയാൻ പറ്റുന്നതാണ് SDPI അതൊരു വർഗീയ പാർട്ടിയാണോ അല്ലയോ എന്ന് CPM നേതാക്കൾക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ അവരുടെ വോട്ട് വേണമോ വേണ്ടയോ എന്ന് അവർക്ക് പറയാം. അത് പറയാതെ അവർ അവിടെയും ഇവിടെയും തൊടാതെ ഒളിച്ചു കളിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് SKN. അതുകൊണ്ട് SDPI ബന്ധത്തിന്റെ കാര്യത്തിൽ മറുപടി പറയേണ്ടത് ഇപ്പോഴും CPM കേന്ദ്രങ്ങളിൽ നിന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.